യുഎഇയിൽ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സമൂഹമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നത് പൂർണ്ണമായും നിരോധിച്ചു. യുഎഇ മന്ത്രിസഭയാണ് ചരിത്രപരമായ തീരുമാനം എടുത്തത്. ഇതോടെ 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ സ്വന്തമായി അക്കൗണ്ടുകൾ ഉണ്ടാക്കാനോ ഉപയോഗിക്കാനോ അനുവദിക്കില്ല. അതേസമയം രക്ഷിതാക്കളുടെ അനുമതി ഉണ്ടെങ്കിൽ പോലും ഈ നിയമങ്ങളിൽ ആർക്കും ഇളവ് ലഭിക്കില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ട് കാണാം. ബ്രിട്ടൻ, ഓസ്ട്രേലിയ, മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങളുടെ മാതൃകയാണ് യുഎഇ നടപ്പാക്കുന്നത്. ഗൾഫിൽ ഈ നിയമം നടപ്പാക്കുന്ന ആദ്യ രാജ്യമായി ഇതോടെ യുഎഇ മാറി. യുഎഇയിലെ കുട്ടികളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കാനും സുരക്ഷിതമായ ഡിജിറ്റൽ അന്തരീക്ഷം ഉറപ്പാക്കാനും ലക്ഷ്യമിട്ടാണ് ഈ സുപ്രധാന തീരുമാനം മന്ത്രിസഭ ഏറ്റെടുത്തത്. ഇതിന്റെ ഭാഗമായി 15 വയസ്സിന് താഴെയുള്ള കുട്ടികൾ സമൂഹമാധ്യമം ഉപയോഗിക്കുന്നത് പൂർണ്ണമായി നിരോധിച്ചു. സ്വന്തമായി അക്കൗണ്ടുകൾ ഉണ്ടാക്കാനോ പൂർണ്ണമായി ഉപയോഗിക്കാനോ ഇനി കുട്ടികളെ അനുവദിക്കില്ല. ഈ പ്രായത്തിലുള്ള കുട്ടികളുടെ അക്കൗണ്ടുകളിൽ പ്രായത്തിനനുസരിച്ചുള്ള ഉള്ളടക്കം മാത്രമേ ഇനി പ്രദർശിപ്പിക്കാവൂ. തെറ്റായ ഫീച്ചറുകൾ ഒഴിവാക്കണം. കുട്ടികളുടെ ഫോൺ ഉപയോഗ സമയം പരിമിതപ്പെടുത്തും. അതേസമയം രക്ഷിതാക്കളുടെ അനുമതി ഉണ്ടെങ്കിൽ പോലും ഈ നിയമങ്ങളിൽ നിന്ന് ആർക്കും ഇളവ് ലഭിക്കില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു. പുതിയ നിയമങ്ങൾ സാങ്കേതികമായി നടപ്പിലാക്കാൻ സോഷ്യൽ മീഡിയ കമ്പനികൾക്ക് 12 മാസത്തെ സമയം അനുവദിച്ചിട്ടുണ്ട്. ഈ കാലയളവിനുള്ളിൽ ബന്ധപ്പെട്ട അധികാരികളുമായി സഹകരിച്ച് കൃത്യമായ പ്രായപരിശോധന ഉറപ്പാക്കണം. നിയമം ലംഘിക്കുന്ന അക്കൗണ്ടുകൾ നിരീക്ഷിക്കും. അവയ്ക്കെതിരെ കർശന നടപടിയെടുക്കാനും കമ്പനികൾ ബാധ്യസ്ഥരാണ്. കുട്ടികളുടെ ഓൺലൈൻ വിവരങ്ങൾ വാണിജ്യ ആവശ്യങ്ങൾക്കോ പരസ്യങ്ങൾക്കോ വേണ്ടി ഉപയോഗിക്കുന്നതും രാജ്യത്ത് നിരോധിച്ചു. ഇനി പുതിയ നിയമം വഴി കുട്ടികളുടെ ഓൺലൈൻ ഇടപെടലുകൾ നിരീക്ഷിക്കാനും അവരെ ബോധവൽക്കരിക്കാനുള്ള ചുമതല ഇനി സ്വന്തം കുടുംബങ്ങൾ കൂടിയാണ്. കുടുംബം നന്നായാൽ സമൂഹം നന്നാകും എന്ന ബോധ്യം നടപ്പാക്കാനുള്ള ഏറ്റവും മികച്ച അവസരം കൂടിയാണിത്. എൽവിസ് ചുമാർ, ജയ്ഹിന്ദ് ന്യൂസ്, ദുബായ്. One anchor every week, 20 years, 1,000 episodes on one TV channel. Middle East this week, an Elvis Chumar TV show. Exclusively on Jayhind TV. Stay tuned for the 1,000 countdown.